വി.എസ്. അച്യുതാനന്ദന്റെ ഓർമ്മകൾ പേറി കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രം. അഞ്ചുരുളിയുടെ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി കൂടിയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ. പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ച് കാഞ്ചിയാർ കക്കാട്ടുകടയിൽ എത്തിയാണ് വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വി.എസ്. നിർവഹിച്ചത്. അന്നത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് കക്കാട്ടുകട നിവാസികൾ. 2008 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ എത്തിയത്. അന്നത്തെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി LDF-ന്റേതായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിലെ കട്ടപ്പന CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന മാത്യു ജോർജും. ഇവരുടെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അന്ന് അഞ്ചുരുളിയിൽ ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അഞ്ചുരുളി സൗന്ദര്യോത്സവം എന്ന പേരിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഇത് ഉദ്ഘാടനം ചെയ്യുവാനാണ് വി.എസ്. അച്യുതാനന്ദൻ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ എത്തിയത്. പഞ്ചായത്ത് ഭരണസമിതി തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് ക്ഷണിച്ചതും. അന്ന് ശക്തമായ മഴ ഉൾപ്പെടെ പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും ഇതിനെയെല്ലാം അവഗണിച്ചാണ് അച്യുതാനന്ദൻ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ എത്തിയത്. അഞ്ചുരുളി ടണൽ ജംഗ്ഷനിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇവിടേക്കുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിൽ അന്ന് മണ്ണിടിഞ്ഞു. ഇതോടെ ഉദ്ഘാടനം കക്കാട്ടുകടയിലേക്ക് മാറ്റുകയായിരുന്നു. കക്കാട്ടുകടയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. അന്ന് KK ജയേന്ദ്രൻ MLA-യും ഫ്രാൻസിസ് ജോർജ് MP-യുമായിരുന്നു. ഇവരും ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം അഞ്ചുരുളിലേക്ക് പോകുവാൻ അച്യുതാനന്ദൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല. ഈ വേദിയിൽ വെച്ചാണ് അച്യുതാനന്ദൻ അഞ്ചുരുളിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഉദ്ഘാടനത്തിന് ശേഷം അന്നത്തെ ജില്ലാ കളക്ടറേറ്റ് അഞ്ചുരുളിയിൽ ബോട്ട് ഇറക്കുവാൻ ചുമതലപ്പെടുത്തിയാണ് മടങ്ങിയതും. തൊട്ടടുത്ത ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകിയ ബോട്ട് നീറ്റിലിറക്കി. അങ്ങനെ കാഞ്ചിയാറിന്റെ വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അച്യുതാനന്ദനെ ഓർത്തെടുക്കുകയാണ് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന മാത്യു ജോർജ്. അഞ്ചുരുളി സൗന്ദര്യോത്സവം എന്ന പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കടുത്ത മഴയും പേമാരിയുമായി അന്ന് ഇവിടുത്തെ പോലീസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും ഇവിടെ വരാൻ കഴിയില്ല എന്ന നിലയിലുള്ള റിപ്പോർട്ടാണ് നൽകിയത്. എന്നാൽ വളരെ ഉറച്ച മനസ്സോടുകൂടി തീരുമാനിച്ച പരിപാടിക്ക് കൃത്യമായി പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഞ്ചുരുളി സൗന്ദര്യോത്സവ പരിപാടിയിൽ വരികയും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അന്ന് അഞ്ചുരുളി ഫെസ്റ്റ് വിജയകരമായി ഗ്രാമപഞ്ചായത്ത് പൂർത്തിയാക്കി. എന്നാൽ ബോട്ട് ജലാശയത്തിൽ ഇറക്കിയതുമായി ബന്ധപ്പെട്ട തടസ്സവാദവുമായി വനം വകുപ്പ് രംഗത്ത് വന്നതോടെ ഈ ബോട്ട് കരയ്ക്ക് അടുപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് വിവിധ തരത്തിലുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും വിഷയത്തിൽ ഉണ്ടായെങ്കിലും ഇറക്കുവാൻ കഴിഞ്ഞില്ല. ഈ ബോട്ട് അന്നത്തെ സ്മാരകമായി ഇപ്പോഴും അഞ്ചുരുളിയിലുണ്ട്. കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും കാഞ്ചിയാറിന്റെ ടൂറിസം വികസന രംഗത്ത് വി.എസ്. അച്യുതാനന്ദൻ വഹിച്ച പങ്ക്, അദ്ദേഹത്തിന്റെ ഈ വിയോഗവേളയിൽ അന്ന് ഇതിലെല്ലാം സാക്ഷ്യം വഹിച്ച ഓരോ ആളുകളുടെ മനസ്സിൽ വീണ്ടും അലയടിക്കുകയാണ്. നിജിൽ K. മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.